എത്രയും സ്നേഹമുള്ളവരെ, 142 കഥാദിനത്തിൽ നിന്ന് ഇന്ന് 41 കഥാദിനത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മോഹൻലാലിൻ്റെ നിർദ്ദേശം എന്നുള്ളൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാനായിട്ട് പോകുന്നത്. ഞാൻ നേരിട്ട് കഥയിലേക്ക് പ്രവേശിക്കുന്നു. ഒരിക്കൽ നടൻ ശ്രീനിവാസന് അദ്ദേഹത്തിനൊരു ആഗ്രഹം, സ്വന്തമായിട്ട് തിരക്കഥ എഴുതി ഒരു സംവിധാനം ചെയ്യണമെന്ന് പറയുന്നത്. അദ്ദേഹം മനോഹരമായൊരു തിരക്കഥ എഴുതി. അപ്പോൾ ആ തിരക്കഥയ്ക്ക് അദ്ദേഹം ഇട്ടേക്കണ പേര് ചിന്താവിട്ടയും ശ്യാമള എന്നുള്ളതാണ്. അപ്പോൾ പറ്റിയൊരു നിർമ്മാതാവിനെയൊക്കെ അദ്ദേഹം കണ്ടുപിടിച്ചു. പക്ഷേ കഥാനായികയെ മാത്രം ശരിയാവുന്നില്ല. അങ്ങനെ പല ആളുകളോടും അദ്ദേഹം അന്വേഷിച്ചു. പല നിർമ്മാതാക്കളോടും പല കോസ്റ്റ്യൂംസ് ഡിസൈൻമാരോടും അല്ലെങ്കിൽ പല നിർമ്മാതാക്കളും സംവിധായകന്മാരോടും ഒക്കെ അദ്ദേഹം അന്വേഷിച്ചിട്ടും അവർക്കൊന്നും ഒരു ശ്രീനിവാസന് ഇഷ്ടപ്പെട്ട ഒരു കഥാനായികയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സിനിമാ നിർമ്മാണം അനന്തമായിട്ട് നീണ്ടുപോവുകയാണ്. എല്ലാ കാര്യങ്ങളും ശരിയായി, കഥാനായിക മാത്രം ശരിയായില്ല. അപ്പോൾ ഇതിൽ കഥാനായകനേക്കാളും കൂടുതൽ പ്രസക്തി എന്ന് പറയുന്നത് കഥാനായികയ്ക്കാണ്. ആ കഥാനായികയുടെ വേഷത്തിനാണ് കൂടുതൽ പ്രസക്തി. അപ്പോൾ പലതരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തി. അവസാനം ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് മോഹൻലാലിനെ സന്ദർശിക്കാനായിട്ട് ചെന്നൈയിലുള്ള വീട്ടിലെത്തി. അപ്പോൾ സാധാരണ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ വളരെ കളിച്ചുല്ലസിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രാവശ്യം ശ്രീനിവാസൻ വളരെയധികം വിമുഖമായിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ മോഹൻലാൽ ചോദിച്ചു, എന്താ ശ്രീനിവാസൻ നിൻ്റെ മുഖത്തൊരു ദുഃഖം എന്ന് ചോദിച്ചു. എന്നിട്ട് ശ്രീനിവാസനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സിനിമ എടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് പറ്റിയിട്ടുള്ള കഥാനായികയെ കണ്ടെത്താൻ എനിക്ക് ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. കാരണം കഥാനായകനേക്കാളും കൂടുതൽ പ്രസക്തി കഥാനായികയ്ക്കാണ്. അപ്പോൾ ലാലിന് എന്തെങ്കിലും ഒരു ഉപദേശമോ അല്ലെങ്കിൽ നിർദ്ദേശമോ എന്തെങ്കിലും സഹായം വല്ലതും ചെയ്തു തരുമോ? മോഹൻലാൽ ഒന്നും ആലോചിക്കാതെ അദ്ദേഹം നല്ല രീതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരൊറ്റ കഥാപാത്രം, ഒരൊറ്റ നടി മാത്രമേ നമ്മൾ ഈ ലോകത്തുള്ളൂ. അത് സാക്ഷാൽ സംഗീത മാത്രമാണ്. അനിയൻ ഭാവയിലും ചേട്ടൻ ഭാവയിലും മോഹൻലാലിൻ്റെ കാമുകി കഥാപാത്രങ്ങളിൽ ഒരാളായിട്ട് അവതരിപ്പിച്ച സാക്ഷാൽ സംഗീതയെ തന്നെ നീ ഏകദേശം സമീപിച്ച് നോക്കൂ. കാരണം സംഗീതയ്ക്ക് ഈ വേഷം നന്നായിട്ട് ചേരും. അങ്ങനെ മോഹൻലാൽ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് സംഗീതയെ ചെന്ന് കണ്ട് സംഗീത ഈ തിരക്കഥ മുഴുവൻ വായിച്ചു കേൾപ്പിച്ച് സംഗീതക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനിവാസനേക്കാളും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് സംഗീതക്ക് തന്നെയാണ്. അങ്ങനെ മോഹൻലാലിൻ്റെ ബുദ്ധിപൂർവമായ ഒരു ഉപദേശം കൊണ്ട് മാത്രമാണ് ചിന്താവിഷ്ട എന്ന് പറയുന്ന ശ്യാമള എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു വിജയം കൈവരിച്ച ഒരു സിനിമയായി തീർന്നത്. കാരണം മലയാളി ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല സിനിമകളിൽ ഒന്നായി തീർന്നു. പിൽക്കാലത്ത് ശ്രീനിവാസൻ പറയും, എൻ്റെ ഒരു ബുദ്ധിയോ കഴിവോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് മാത്രമല്ല, മോഹൻലാലിൻ്റെ ആ ബുദ്ധിപൂർവമായ ഉപദേശം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ വൻ വിജയം നേടിയിട്ടുള്ളത്. അപ്പോൾ പോയ വഴികളിൽ നമ്മൾ ചയിച്ച വിജയ വഴികളിൽ നമ്മളെ സ്നേഹിച്ചവരും നമ്മൾ അംഗീകരിച്ചവരും നമുക്ക് നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നന്മയോടൊപ്പം കൂടെ നിന്ന ആളുകളെ ആജീവനുള്ള കാലം നമ്മൾ ഓർത്തെടുക്കണം. ശ്രീനിവാസൻ അതിന് കഴിഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞ മോഹൻലാലിനെ എന്നും അദ്ദേഹം നന്ദിയോടെ ഈ കാര്യത്തിൽ നന്ദിയോടെ എന്നും ഓർക്കുന്ന ഒരു വ്യക്തിയായി ശ്രീനിവാസൻ പിൽക്കാലത്ത് മാറി. അതിൻ്റെ നന്ദി എന്നും ശ്രീനിവാസൻ എന്നും മോഹൻലാലിനോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കഥ ഇതോടെ തിരിയാണ്. കഥാവീതിയിലെ കഥ നിങ്ങളെല്ലാവരും കാണണം, കേൾക്കണം, വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.